ഇപ്പം എത്രയോ പേര് വന്ന് ഉടമ്പടി ചെയ്യുന്നതിൽ ഭക്തിയും വിശ്വാസവും നിറയണതും ചിലർ പരിശുദ്ധാത്മാവ് നിറയും. പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇവർ ഈ സിസ്റ്റം അയോപ്സിക്ക് പോയിരിക്കണമല്ല, ദൈവം ഒരു പ്രാർത്ഥന ഇവിടെ അതിർത്തി കൊടുക്കും. ആരുടെ? സ്ത്രീകളുടെ അത്തരത്തിൽ ഒരു പ്രാർത്ഥന കൊടുക്കും. ഇന്ന് സ്ത്രീതല സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കണേ? അമ്മേ, പരിശുദ്ധ അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി മാറ്റണമേ. ഞാൻ ഇങ്ങനെ ഞാൻ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല, എനിക്ക് പോലും അറിയത്തില്ലത്. ഇവർ സ്വന്തമായി പരിശുദ്ധാത്മാവ് അവരുടെ നാക്കിൽ കൊടുക്കുകയാണ് ഈ പ്രാർത്ഥന. പണ്ട് ജെറമിയായുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോഴേ കുടില് കൊണ്ട് കർത്താവ് ഒരു വിരൽ കൊണ്ട് കർത്താവ് ജെറമിയയുടെ നാവിനെ തൊടും. മറ്റടുത്ത് അതായത് പ്രാർത്ഥന കൊടുക്കണം. നാവിലല്ലേ നമ്മൾ പ്രാർത്ഥിക്കണത്. അപ്പോൾ പ്രാർത്ഥന കൊടുക്കണം. ഇപ്പോൾ ചിലരുടെ ഇപ്പം അമ്മ മാതാവ് എൻ്റെ ഈജിപ്തിൽ വെച്ച് അമ്മ എൻ്റെ നാവിൽ കൈയിട്ടിട്ടുണ്ട്, വായിൽ, ഈ 4 വിരൽ. അത് എൻ്റെ ആത്മകഥയിൽ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എനിക്ക് ട്രാൻസായി ഞാൻ ചാടി ഈ കടലിൽ ചെങ്കടലിലോ നദിയിലോ ചാടിയതാണ്. ഏത് നദിയായി ഇരുട്ടതല്ലേ ചാടണത്. അന്ന് പെട്ടെന്ന് അകപ്പെടും. അതായത് ഇതൊരു ഭയങ്കര ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോഴേ നമ്മുടെ ലെവലിൽ പോയി അതുപോലെ അതിൻ്റെ ഒരു ചെറിയൊരു അനുഭവമാണ്. ഒരു പ്രാർത്ഥന കൊടുത്തിരിക്കുകയാണ്. അതായത് ഓരോ വിഷയം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയുണ്ട്. അങ്ങനെ കിട്ടാത്തിടത്തോളം കാലം നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇപ്പം നിങ്ങൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോരോ ഏത് പ്രാർത്ഥന എന്നാൽ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ഓപ്ഷൻ വെക്കും. അങ്ങനെയാണ് പണി കിട്ടുന്നത്. കാര്യം നമ്മൾ അങ്ങനെയുള്ള ഈ ഉടമ്പടി അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലത്. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവികമായ ഒരു പദ്ധതിയാണ്. ദുരന്തമുണ്ടാകാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെ പ്രൊട്ടക്ഷൻ പ്രെയറാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, അല്ലാതെ ആകസ്മികമായിട്ട് വന്നതല്ല ഇത്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെക്കാതെ ഉടമ്പടി തന്നെ ഫോളോ ചെയ്ത് പോകണം. ഏതാണ് അതിൻ്റെ ടൈമുണ്ടല്ലോ, 90 ദിവസമല്ലേ ഉള്ളൂ. അല്ല, ജീവിതകാലം മുഴുവൻ ഉടമ്പടി ഇല്ലല്ലോ. ഉടമ്പടിയുടെ ഫസ്റ്റ് ടൈം ഈ 90 ദിവസമാണ്. പിന്നീടൊരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാവുന്നതാണ്. ചില ആൾക്കാർ വളരെ ആ ഉടമ്പടിയുടെ ചൈതന്യം പോകാതിരിക്കാൻ വേണ്ടി 90 ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും. പിന്നെ 90 ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും. എന്താണ്? അവർക്കങ്ങനെ പുതുക്കാനുള്ള അനുഗ്രഹവും കൃപയും അതിൻ്റെ അഭിഷേകമൊക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ടേ. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോണത്. അപ്പം അതുകൊണ്ട് പക്ഷേ ഇത് എന്നും കൊന്നും നിങ്ങൾ ഉടമ്പടിയും പറഞ്ഞുകൊണ്ട് കൃപാസനത്തിൽ കെട്ടിയിടാൻ ആരും ഉദ്ദേശിക്കണില്ല. 90 ദിവസമേ ഉള്ളത്. 90 ദിവസം കഴിയുമ്പോൾ ഇത് തീരുകയാണ്. കാര്യം ഉടമ്പടിയുടെ ബിബ്ലിക്കൽ ടൈം 90 ഡേയ്സാണ്. അപ്പം അത് പക്ഷേ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ കൃപയിൽ ഇത് ഒരു വല്ലാത്ത പ്രാർത്ഥനയാണല്ലോ. ആ കൃപയിൽ നിലനിൽക്കാൻ വേണ്ടിയാണ് അവർ മാസം 3 മാസം കൂടുമ്പോൾ ഒന്ന് പുതുക്കി കൊണ്ടുപോകണത്. അത് ഭയങ്കര അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ദൈവാനുഗ്രഹവും അവരുടെ സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതുപോലെ പക്ഷേ എപ്പോഴും അച്ഛൻ്റെ ഉദ്ദേശം സാക്ഷ്യം പറഞ്ഞിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും. അല്ല, സാക്ഷ്യം കിട്ടിയിട്ട് പറഞ്ഞിട്ടല്ല, ഒരു സാക്ഷ്യം ഇങ്ങനെ കിട്ടിയിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചില ആൾക്കാർ അടുത്ത ദിവസങ്ങളിൽ അനുഭവം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി അവർ രണ്ടാമത് ഉടമ്പടി പുതുക്കണ കാണാം. അങ്ങനെയുള്ളവരെല്ലാവരും സാക്ഷ്യം പറഞ്ഞ് പോകുന്നുണ്ട്. ഒരു ദിവസം 25 സാക്ഷ്യമാണ് കൃപാസനത്തിലുള്ളത്. സ്ത്രീകളെ ചേച്ചിയുടെ അധരത്തിൽ ദൈവം നിക്ഷേപിച്ച വചനം എന്താണ്? അമ്മയുടെ ഉടമ്പടിയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയായി, എൻ്റെ അമ്മേ, അതെന്ത് സംഭവം? അത് ഒരു സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ. അതാണ് പ്രാർത്ഥന. അപ്പോൾ അവളുടെ ഭർത്താവ് വിളിക്കും. ഉടനെ അവരുടെ ഭർത്താവരെ വിളിക്കും. ഡോക്ടറിന് റിപ്പോർട്ട് വന്നു, നമുക്കൊരു പ്രശ്നവുമില്ല, അമ്മ നമ്മളെ സുഖപ്പെടുത്തി, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സ്ഥിരസാക്ഷിയായില്ലേ? അപ്പോൾ അത് ആ സാക്ഷ്യം എങ്ങനെയാണ് അവർ കൊടുക്കുന്നതാണ്. അതായത് നിങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രെയർ ഫോം, ഭയങ്കര ദൈവകൃപ. ഞങ്ങളെ ഉടമ്പടി തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഐഡിയ ഒന്നും അല്ല ഇപ്പോൾ. ഇതിനേക്കാളുപരി നമ്മൾ ചിന്തിക്കാത്ത എല്ലാ മേഖലകളിലും അമ്മ മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ്? ക്രിസ്തു എല്ലാമാണെന്ന്. പിന്നെ എന്താണ് പറയണത്?
എല്ലാവരിലുമാണ്, ക്രിസ്ത്യാനികളിൽ മാത്രമല്ല. അതാണ് ഭയങ്കര വചനമാണത്. ഇത് ആദ്യം മനസ്സിലാക്കിയത് അമ്മയാണ്. ക്രിസ്തു എല്ലാമാണ്. പിന്നെ ആരാണ്? എല്ലാവരിലുമാണ്. അമ്മ ഈ കാനായിലെ കല്യാണത്തിൽ ഈ അനുഗ്രഹം നടത്തുമ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ അവിടെ ഇല്ലല്ലോ. അവിടെ ഇല്ല. അന്ത്യോക്യയിൽ വെച്ചില്ല ക്രിസ്ത്യാനികൾ ഉണ്ടാകണത്. എത്രയോ വർഷം കഴിഞ്ഞ് അവിടെ യഹൂദരാണ് ഉണ്ടാകണത്. അപ്പം യഹൂദർക്കായാലും യഹൂദരല്ലാത്തവർക്കായാലും ക്രിസ്തുവാണ് അനുഗ്രഹത്തിൻ്റെ മാർഗവും ആശ്വാസത്തിൻ്റെ പേര് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മയാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മയെ പോലെ കൊളോസ്യസ് 3:11 അനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പോരായ്മകളിലും രോഗങ്ങളിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ള വിഷയങ്ങളിലും അതിനുശേഷം വന്ന വിഷയങ്ങളിലും ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സങ്കടങ്ങളിലും എല്ലാം പരിഹാരം ക്രിസ്തുവാണ്. ക്രിസ്തു എല്ലാവരിലുമാണ് എന്നുള്ള ബോധ്യത്തിലെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും അങ്ങയുടെ മധ്യസ്ഥ ഈ നിമിഷം ലഭിക്കുവാൻ ഇടയാക്കണമേ. ശ്രുതികടേ ധ്യാനത്തെ ഓർ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവസ്നേഹത്തോടെ പാടാം. പറഞ്ഞു പോയിട്ടുള്ള പ്രാർത്ഥിക്കുന്നവളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിര സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം. പിന്നെ ഈ ദിവസങ്ങളിൽ പറഞ്ഞ ഒരു നല്ല സാക്ഷ്യം എന്ന് പറയണത്
സോഫിയ തലയോലപ്പറമ്പ്. സോഫിയ തലയോലപ്പറമ്പിൻ്റെ സാക്ഷ്യം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം സോഫിയയ്ക്ക് ജോലിയില്ല, അതാണ് ഒരു പ്രശ്നം. അവരുടെ വിസ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒരു വിസ എക്സ്പയർ ആയിപ്പോയി. അല്ല, എന്നിട്ടാൽ അവർ കമ്പനി ആ വിസ കൊടുത്തില്ല. ഇൻ്റർവ്യൂവും ടെസ്റ്റും എല്ലാം കഴിഞ്ഞതാണ്. പക്ഷേ വിസ അയക്കാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടെങ്കിലും ഒരു കൊല്ലം അവർ കാത്തിരുന്നിട്ട് അവർക്ക് വിസ കിട്ടണില്ല. അത് പോയി. അപ്പോഴേ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ ഇവളിങ്ങനെ കുഴങ്ങണ ഒരു സമയമാണ്. അപ്പോൾ വേറെ ഒരു വർഷം മുഴുവൻ കാത്തിരുന്ന് വെറുതെ കാത്തിരുന്നൊരു ദിവസം ഒരു വർഷം പോയി. അപ്പോഴേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്യും. അമ്മ വന്ന് ഉടമ്പടി ചെയ്യുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, ഈ സോഫിയയുടെ സിസ്റ്റർ, അവർക്ക് തൈറോയ്ഡ് രോഗവും പിന്നെ എന്തോ കുഞ്ഞിൻ്റെ എന്തോ കാര്യങ്ങളൊക്കെയാണ് അവർക്കുള്ളത്. അതിനാണ് അവർ ഉടമ്പടി ചെയ്യണത്. പിന്നെ അതിൻ്റെ അടുത്ത് സോഫിയയുടെ വിഷയം വെച്ചിട്ടുണ്ട്. ഞാൻ ഈ സാക്ഷ്യം എടുത്തത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എടുത്തതിൻ്റെ കാരണം, ഈ ഉടമ്പടി തലയോലപ്പറമ്പ് വീട്ടിലെ ഉടമ്പടി പ്രകാരം അവർ പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോഴും സോഫിയ സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കും. കാര്യം എന്താണ്? എന്നിട്ട് അതാണ് അവൾ സാക്ഷ്യത്തിൽ പറയണത്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് എനിക്ക് വേണ്ടി, ചേച്ചിക്ക് വേണ്ടി. പിന്നെ അമ്മ, പക്ഷേ അമ്മുമ്മയെ അമ്മമ്മ വീട്ടിലുണ്ട്, രോഗിയാണ്. അമ്മുമ്മയെ നോക്കണത് കാരണം അമ്മയ്ക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റണില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് എടുക്കണമെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ പറ്റും, കുർബാനയ്ക്ക് പോകാൻ പറ്റും, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സോഫിയ വന്ന് ഉടമ്പടി എടുക്കും. എന്തിനാണ് അവർ ഉടമ്പടി എടുക്കേണ്ട ഉദ്ദേശം? കൃത്യമായിട്ട് ഉടമ്പടി നിയോഗങ്ങൾ പാലിച്ച്, അതാണ് എൻ്റെ വിഷയം. അപ്പം ഞാനിത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, അപ്പോഴിങ്ങനെ ഈ വെറുതെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. കാര്യം ഇവിടെ കണ്ടില്ലേ, അമ്മമ്മയെ ചികിത്സിക്കുകയാണ്. അവർക്കറിയാം ആ ചികിത്സിക്കുന്ന അത്രയും കാലം കുടുംബത്തിൽ ബെഡ്രിഡായിട്ട് കിടന്ന രോഗിയാണ്. ആ രോഗിയെ നോക്കുന്നിടത്തോളം കാലം ഇവർക്ക് ദേവാലയത്തിൽ പോകാനോ ഉടമ്പടി പ്രകാരം കുർബാനയിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു പരിപാടികളൊന്നും ചെയ്യാതെ ചില ആൾക്കാർ ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അത് ഞാൻ പറയാം, അത് ദൈവത്തിന് ഒരു പറ്റിപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ പേര് പറഞ്ഞാലല്ല പ്രശ്നം. അത് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ അറിഞ്ഞ് ചെയ്യണമല്ലത്, അറിയാതെ ചെയ്യണതാണ് ശരിക്കും. ഇവർ വിചാരിക്കണം ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഉടമ്പടി ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ആഴ്ചയിലേക്ക് കുമ്പസാരിക്കണം. അതുപോലെ തന്നെ അല്ലെങ്കിൽ 1 മാസം. നമുക്ക് പാപാവസ്ഥ മോശമായ കണ്ടീഷനാണെന്ന് കണ്ടാൽ നമുക്ക് കുമ്പസാരിക്കാം. അങ്ങനെ വരത്തില്ല. ഉടമ്പടി എടുത്താൽ നമ്മൾ സത്യം ജീവിക്കും. പിന്നെ രോഗികളെ ശുശ്രൂഷിക്കണം. അതുപോലെ തന്നെ സുവിശേഷം പ്രചരിപ്പിക്കണം. മറ്റു വ്യക്തികളുടെയൊക്കെ കർത്താവിൻ്റെ വചനം എത്തിക്കണം. കൃപാസനം പത്രമാണ് സാക്ഷ്യമുള്ള. പക്ഷേ പലരും ഇവിടെ വരണത് എന്താണ്? കൃപാസനം പത്രം വായിച്ചാണ് വരേണ്ടത്. കാര്യം എന്താണ്? അതിന് മുഴുവൻ സാക്ഷ്യങ്ങളാണ്. അപ്പോൾ ഈ സാക്ഷ്യം കൊടുക്കണം. അപ്പോഴേ ഇവരെന്താ ചെയ്തതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അവരിവിടെ അമ്മ വീട്ടിൽ ബെഡ്രിഡാണ്. അവർക്ക് ദേവാലയത്തിൽ പോകാൻ പറ്റണില്ല. പക്ഷെ അവർക്ക് സുവിശേഷം വേറെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഒരു അപേക്ഷ കത്ത് കൊണ്ടുവന്നിട്ട പോലെ അവർ ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ 2 കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യണത്. പക്ഷേ സോഫിയ എടുക്കുന്ന തീരുമാനം കറക്റ്റാണ്. എന്താ പറയണത്? ഞാൻ എടുക്കുകയാണെങ്കിൽ, അമ്മ എടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഞാനാണ് ഉടമ്പടി എടുത്തെങ്കിൽ എനിക്ക് കൃത്യമായി പള്ളിയിൽ പോകാൻ പറ്റും. അവന് കൃപാസനത്തിൻ്റെ അമ്മയുടെ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിലൂടെ വന്ന വചനങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ കൈമാറാനോ വിതരണം ചെയ്യാനോ പറ്റും. അതുകൊണ്ട് ഞാൻ പോയി എടുക്കാവുന്നു. ഇപ്പോൾ ഒരു വീട്ടിലൊരാൾ ഉടമ്പടി എടുത്താലും ആ ഉടമ്പടി ഒരു അല്പം മിസ്റ്റേക്കാണെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ സത്യസന്ധമായിട്ട് ഈ വിഷയം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതോടെ എന്നാ പറ്റിയത്? ഒരു പുതിയ വിസ വന്നിട്ട് അവർ കയറിപ്പോയി. അപ്പം ജോലിയിലായി. അവർ സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കണത്. അതെന്തുകൊണ്ട് ഇത്രയും സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണിച്ച ആത്മാർത്ഥതയാണ്. അതിൻ്റെ നിബന്ധനകളുണ്ടല്ലോ. നമ്മൾ നിയോഗങ്ങളുടെ വായിട്ട് നോക്കിയിരിക്കരുത്. നിബന്ധനകൾ എന്താണെന്ന് നോക്കണം കൃത്യമായിട്ട്. അതെന്തുമാത്രം നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒപ്പിച്ചുണ്ടാക്കുകയാണ്, കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്, ദൈവത്തെ പറ്റിക്കുകയാണ്, ഇങ്ങനെയുള്ള
കാര്യങ്ങളെല്ലാം നോക്കി കൃത്യമായിട്ടാണ് ഉടമ്പടി ചെയ്യണമെങ്കിൽ നമ്മൾക്ക് നമ്മുടെ കോർട്ടിൽ നിന്ന് ബോൾ പോകും, പിന്നെ ഒക്കെ പ്രശ്നമില്ല. ദൈവം അതിൻ്റെ സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ ഭംഗിയായിട്ട് കർത്താവ് ആ വിഷയം ക്രമീകരിക്കും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവേ. ഉടമ്പടിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത മക്കളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി നിയോഗങ്ങളെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിബന്ധനകൾ കൃത്യതയോട് പാലിക്കാൻ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദിവ്യകാരുണ്യ അഭിഷേകമേ, ആരാധന കർത്താവേ നിറയണമേ, ഈശോയെ നിറയണമേ, ഈശോയെ വരണമേ. ഈശോയെ ആരാധന. ജീവിതം നിന്റെ കാരുണ്യമേ, ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പിന്നെ ഒരു സാക്ഷ്യം വന്നത് രജീസ് വർഗീസിൻ്റെ സാക്ഷ്യമാണ്. ചേച്ചിയാണ്. ചേച്ചിയുടേത് സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാക്ഷ്യമാണ്. ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ വണ്ടി ഇടിച്ചപ്പോൾ ചേച്ചിയുടെ ഓർമ്മ പോയി. എന്തോർമ്മ പോയി? ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ ചേച്ചിയുടെ വണ്ടി ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവ് ചെയ്യാനുള്ള ഓർമ്മ പോയി. അത് കുറച്ച് നാൾ തിരിച്ച് വന്നു കഴിക്കും. അത് ഒന്നോ ഇല്ലെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലത്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ചോദിക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവന് അതല്ല പ്രശ്നം. ഞാൻ അകത്ത് കേട്ടത് സാക്ഷ്യം അതല്ല. ഇത് കേട്ടപ്പോൾ അതാണ് കൃപാസനത്തിൻ്റെ അമ്മയുടെ അടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് ഇവർ കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഓർമ്മ പോയ കാര്യമാണ് ഇവർ ആദ്യമായിട്ട് വെക്കണത്. തീർച്ചയായിട്ടും അത് ഇതിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ചു വരും. അത് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിലും വരും. അതൊരു പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ സിസ്റ്റം ക്ലിയർ ചെയ്ത് തരുമ്പോൾ പഴയ മെമ്മറി എല്ലാം തിരിച്ചു വരും. അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ വകുപ്പിലാണ് ഇവരെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന അമ്മ. ആ വാഹനം ഹിറ്റ് ചെയ്തതിൻ്റെ ഒരു വകുപ്പിലാണ് അമ്മ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ വിഷയം? അതൊന്നുമല്ല. എന്താണെന്നറിയുമോ? ഇവർക്ക് ഒരു 10 കൊല്ലമായിട്ട് ഒരു ഗുരുതരമായ രോഗമാണ്. എന്ത് രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് കുളിക്കാൻ പറ്റത്തില്ല. കുളിക്കണമെങ്കിൽ തിളച്ച വെള്ളമായിരിക്കണം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. തിളച്ച വെള്ളത്തിലേ കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ പറയണത് എൻ്റെ നീർക്കെട്ടൽ കൊണ്ടാണ് എനിക്ക് തിളച്ച വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ മാത്രമേ അറിയത്തുള്ളെന്ന്, അല്ലെങ്കിൽ അറിയത്തില്ലെന്ന്. തന്നെയല്ല, തണുത്ത വെള്ളം വീണ അലർജിറ്റിക്കാവും. അപ്പോൾ വാതവും ഉണ്ടെന്ന് തോന്നാണ്. നീർക്കെട്ടലും വാതവും കൂടിയാണ് ആ ബോഡിക്ക് വന്നിരിക്കുന്നത്. ഇതിവർ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. പക്ഷെ ഉടമ്പടി ചെയ്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷങ്ങളായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുളിക്കണത്. ഒന്നും ചിന്തിച്ച് നോക്കിയേ. അതിന് മരുന്നില്ല, പക്ഷെ അമ്മയുടെ അടുത്ത് മരുന്നുണ്ട്. ഇപ്പോൾ അവർ തണുത്ത വെള്ളത്തിലാണ് കുളിക്കണത്. അത്രയും സെക്കൻഡ് വ്യത്യാസമാണ്. ഇപ്പോൾ വണ്ടി ഇടിച്ചത് എന്തിനാണ്? ഇവിടെ ഡ്രൈവിംഗ് ഓർമ്മ പോയത് എന്തിനാണ്? ഇവിടെ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടി അമ്മയുടെ ഒരു ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സഹോദരൻ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടവ് സംഭവിച്ചാൽ നിങ്ങൾ ഓർക്കും അതായിരിക്കും, അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ പാപം കൊണ്ടാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തില്ല, ഇനി പ്രാർത്ഥിക്കണം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ല. ഇങ്ങനെ പരിശുദ്ധാത്മാവില്ലാതെ പൊട്ടത്തരം പറയരുത്. ദൈവം ഉദ്ദേശിക്കുന്നത് അതായിരിക്കത്തില്ല. ആ ഒരൊറ്റ വിഷയത്തിലൂടെ ദൈവം ആരാണെന്നറിഞ്ഞ് നീ വർഷങ്ങളായി അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന് കർത്താവ് നിന്നെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തമായ പരിപാലനയുടെ ഭാഗമാണ്. അതാണ് ഉടമ്പടിയിൽ അനേകം മക്കൾക്ക് സംഭവിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച്, അമ്മേ, പരിശുദ്ധ അമ്മേ,
അമ്മേ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തില് അഹിതമായി എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തെ പഴിക്കാതെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാന്യം കാണിക്കാതെ എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തി പ്രാർത്ഥനയിൽ എരിവുണ്ടാക്കി ആ ഒരു സംഭവം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന സ്നേഹത്തിന്റെ പരിപാലനയിലെ എത്തിച്ചേരുവാൻ എന്നെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളെ കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന ഞങ്ങളുടെ ഉടമ്പടി നിയോഗം നിറയണമേ. നീ വരൂ ദൈവകാരുണ്യമേ, ചെറുപടാ നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അതുപോലെ തന്നെ ജീവിത ദുരിതങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഭൗതിക മണ്ഡലങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രാരാബ്ദങ്ങൾക്കും നമ്മൾ 2 മണിക്കൂർ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത മക്കൾ ഇടക്കും തലക്കും വന്ന് അവരുടെ സൗകര്യമനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഏകാഗ്രമായിരിക്കണം. ഈ നിമിഷം ഏകാഗ്രമായിരിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയത്ത് ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എന്ന് ഈ ധ്യാനത്തിലേക്ക് കയറി വന്നാലും എന്നവർ യൂട്യൂബിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ കയറി ഈ ധ്യാനം അറ്റൻഡ് ചെയ്താലും അപ്പോഴൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം ഈ ആരാധന ഒരു തത്സമയ അനുഗ്രഹമായി മാറ്റാൻ അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ കാലങ്ങളിൽ ജോലിയില്ലാത്ത അനേകം മക്കളുണ്ട്. ഉള്ള ജോലി കൊണ്ട് കുടുംബത്തിൻ്റെ ഒരു ചെലവ് നടക്കാൻ പറ്റാതെ പരസ്പരം വൈരാഗ്യവും ഓരോരുത്തരുടെ വീട്ടിൽ തന്നെ മക്കളാണെങ്കിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ നടന്ന് ചിലരുടെ കാര്യം നടന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ മാതാപിതാക്കന്മാരോട് എതിർത്ത് നിൽക്കുകയും മാതാപിതാക്കന്മാരെ ആശ്രയം വിട്ട് വേറെ അപ്പൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരിൽ നിന്ന് സഹായം മേടിക്കുകയും അതിൻ്റെ പേരിൽ മാനസികമായിട്ട് മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചികമായ നിലപാടുള്ളവരൊക്കെ കുടുംബത്തെ ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവേ, അവരെല്ലാം നീ അവർ സാന്ത്വനപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം കർത്താവേ സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇടയാക്കണമേ. കുടുംബത്തിൻ്റെ വിഷമസന്ധികളിൽ കർത്താവേ തങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ കർത്താവെ പരിഹരിച്ച് ചില പറയും എൻ്റെ കാര്യങ്ങൾ നടത്തിയില്ല, അപ്പോൾ എനിക്ക് ജോലി വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വൈരാഗ്യം ഞാൻ പക തീർത്തു. അപ്പം മാതാപിതാക്കന്മാരോട് പക തീർക്കാൻ പോകുന്ന മക്കളുണ്ട്. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരോട് അവരുടെ വൈരാഗ്യം തീർത്ത് വാശി തീർക്കാൻ പോകുന്ന പൈശാചിക സ്വഭാവമുള്ള മക്കളെ അമ്മ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഭയങ്കര ഗുരുതരമായ വിഷയമാണ്. അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കന്മാരോട് തങ്ങളുടെ സഹായങ്ങൾ കൃത്യസമയത്ത് മക്കൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മക്കൾ അവർക്കൊരു വിലയും നിലയും പൈസയൊക്കെ കിട്ടുന്ന കാലത്ത് മാതാപിതാക്കന്മാരെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിരിക്കുന്ന കുടം പോലെ നിൻ്റെ മക്കൾ നിന്നെ ഉടച്ചു കളയുന്ന കർത്താവല്ലേ ചെയ്യുന്നു. നീ ശ്രദ്ധിക്കണം. നീ വേഷം കാണിക്കരുത്. കർത്താവിനത് നിരക്കാത്ത ഒരു കാര്യം നീ ചെയ്യരുത്. കാര്യം അതായത് നമ്മൾ മാതാപിതാക്കന്മാർ ചില സമയത്ത് എല്ലാവരെയും എല്ലാ കാര്യവും ഒപ്പിച്ച് നാട്ടുകാരെ, അയൽവാസികളെ, ബന്ധുക്കളെ എല്ലാം ഒപ്പിച്ചൊക്കെ വരുമ്പോൾ ചില സമയത്ത് ചിലതൊക്കെ കിട്ടാതെ വരികയും ഇല്ലായ്മ വരികയും ചെയ്യുമ്പോൾ സ്നേഹത്തോടെ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവരോട് അവരുടെ മനസ്സിനോട് ചേർന്നതാണ് നമ്മൾ നിൽക്കേണ്ടത്. കർത്താവ് കുടുംബങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരങ്ങ് വിശുദ്ധമോ വലത് കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്
കുടുംബത്തിൽ പരസ്പരം മിണ്ടാത്തവർ, ധാരണയില്ലാത്തവർ, പരസ്പരം മിണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ, നിസ്സാര ഭൗതികമായ കാര്യങ്ങളുടെ ഏറ്റക്കുറച്ചിൽ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ, അമ്മേ പരിശുദ്ധമ്മേ ആ കുടുംബങ്ങളെല്ലാം അമ്മയെ കേൾപ്പിക്കുന്നു. ആ കുടുംബങ്ങളിലെല്ലാം കർത്താവേ നിൻ്റെ വിശുദ്ധമായ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലാത്ത രീതിയിൽ മാതാപിതാക്കന്മാർ പറയണം കേൾക്കാതെ, കുടുംബത്തിലുള്ളവർ അനുസരിക്കാതെ, കുടുംബത്തിൽ കർത്താവെ അവിടെ ജീവിച്ചാണെന്നൊന്നും പോലും ഒന്നും അറിയാതെ കർത്താവ് ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇടപെട്ടുകയും കുടുംബത്തിൻ്റെ കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്ത് കർത്താവ് അനേക ആയിരങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ കർത്താവെ എല്ലാ തരത്തിലും മാതാപിതാക്കന്മാരെ കടത്തിലാക്കിയിട്ട് കർത്താവെ കുടുംബങ്ങളെ സഹോദരങ്ങളെ കടത്തിലാക്കിയിട്ട് കർത്താവെ വളരെ രീതിയിൽ കർത്താവെ മാനുഷികമല്ലാത്ത തീരുമാനം എടുത്ത് ദൈവത്തെ മറന്ന് ദൈവത്തെ പ്രകോപിപ്പിച്ച് ജീവിക്കുന്ന പൈശാചികമായ മാനസിക കുടുംബ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. ഈശോയുടെ അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സർവ്വബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ആരാധന നിൻ മുൻപിൽ കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പ്രിയമുള്ളവരെ, രോഗമുള്ള ഇടങ്ങളിലെല്ലാം വലതുകരം വെക്കുക. 2 രോഗങ്ങൾ കൂടുതലുള്ള ആൾക്കാരെ നമ്മുടെ ശരീരം മുഴുവനും നെഞ്ച് 2 കൈയും കൊണ്ട് സ്വസ്തികമായിട്ട് പൊത്തി ശരീരം മുഴുവനും കർത്താവിനെ ഏൽപ്പിക്കുക. കർത്താവിൻ്റെ അഭിഷിക്തൻ കർത്താവിൻ്റെ തിരുമുറിവിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാസാൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ അവരാരെങ്കിലും പലതരത്തിലുള്ള ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവരുടെ അടിവയറിനെ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സാമ്പത്തികമായ കടങ്ങളിലെ വേദനിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തൊഴിലില്ലാത്തവരും ജോലിയില്ലാത്തവരും കർത്താവ് അതിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവതാളത്തിലായവർ, ജോലി അന്വേഷിച്ച് പോയിട്ട് കിട്ടാത്തവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ കർത്താവ് തൊഴിൽ ശാലകൾ, വ്യാപാര ശാലകൾ അടഞ്ഞുപോയവർ കർത്താവ് അതിൻ്റെ പേരിൽ കർത്താവ് കടമായി വന്നവർ ഇനി കട തുറക്കണമെങ്കിൽ അതിനെ തുടക്കണമെങ്കിൽ ലോൺ വേണം കർത്താവ്, അതിനെ സാമ്പത്തികമായി ആരെങ്കിലും സഹായിക്കണം കർത്താവ്, അതിനുള്ള മാർഗം തുറക്കാനും കാണാത്ത വ്യക്തികളെ കർത്താവ് അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് മനുഷ്യന്മാർ കൈയൊഴിഞ്ഞവർ കർത്താവ് അങ്ങ് തന്നെ അവരെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കും. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ കർത്താവ് അന്യ നാടുകളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ കർത്താവ് അന്യനാട് ജോലി ചെയ്തിട്ട് കർത്താവ് ആവശ്യമായ ശമ്പളം കിട്ടാതെ കുടുംബത്തിലെ കടങ്ങൾ പരിഹരിക്കാൻ പറ്റാതിരിക്കുന്ന കർത്താവ്, കുടുംബജീവിതം നയിക്കാത്തവർ കർത്താവ്, പലതരത്തിൽ കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ, ആണിനും പെണ്ണിനും കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്ത സാഹചര്യമുണ്ട്. ഈശോ അതിൻ്റെ പേരിൽ കർത്താവ് സഹിക്കാനാവാത്ത മാനസിക വിഷമം അനുഭവിക്കുന്നവർ അവരെല്ലാം ഈ ആരാധന ഓർക്കുന്ന കർത്താവ്. ഒരു കാരണവശാലും കർത്താവ് 25 വയസ്സിന് മുകളിലുള്ളവർ, ഒരു മനുഷ്യരെ കർത്താവ് അങ്ങ് ഈ ആരാധന പങ്കെടുക്കുന്നവർ, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും കർത്താവ് വിവാഹം കഴിക്കാൻ ഇടയാക്കാത്ത കർത്താവ് സാഹചര്യം ഉണ്ടാവാതെ അവരെല്ലാവർക്കും ജീവിത പങ്കാളിയെ നൽകി അവരെ അനുഗ്രഹിക്കണമേ. മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി അനുഗ്രഹിക്കണമേ. വീടില്ലാത്തവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ കർത്താവ് എഴുതാനോ വായിക്കാനോ പാടാനോ കർത്താവ് സാധിക്കാതിരിക്കുന്നവർ കർത്താവ്, പരീക്ഷ തോറ്റുപോയൊരു കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ, ജോലിയെ തേടുന്നവർ കർത്താവ് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നവർ, എന്ത് ജോലിക്ക് പോകണം, ആരുടെ കൂടെ പോകണം, ഒറ്റയ്ക്ക് പോകണം, ഭർത്താവിൻ്റെ കൂടെ പോകണം, ഭാര്യയുടെ കൂടെ പോകണം, ഒരുമിച്ച് പോകണം, അതേസമയം സെപ്പറേറ്റായിട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കുഴക്കുന്ന ഓരോ മക്കളെയും കർത്താവ് ഇപ്പം തീരുമാനം എടുക്കാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ, വ്യാധികളെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ.